ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹം ഒരു സത്യസന്ധനായ വ്യക്തിയാണ്, അത് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ആ പാർട്ടിക്ക് തന്നെ ഗുണമുണ്ടാക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ തിരിച്ചറിയേണ്ടതാണ്. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ധൂർ നടന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി, ഇന്ത്യക്ക് എന്തെല്ലാം നഷ്ടമായിട്ട്, എത്ര പട്ടാളക്കാർ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ, പാകിസ്ഥാനൊക്കെ ഈ വാർത്തകൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ വിമാനങ്ങൾ തകർന്നു കാണുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്കിലും ചില രഹസ്യങ്ങൾ, ഇപ്പോൾ സൈനികപരമായ രഹസ്യങ്ങളൊന്നും പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കറിയാം, ഈ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള നേതാവ്, ഡൊണാൾഡ് ട്രംപ് അമേരിക്ക അറിയാം, ലോകത്തെ ഏറ്റവും വലിയ സൈനികവും സാമ്പത്തികവുമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും അവകാശവാദങ്ങൾ ധാരാളം നടത്തും. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ധൂറിലെ ഇടനിലക്കാരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയം, നമുക്ക് പറയാം ഡൊണാൾഡ് ട്രംപിനെ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ തള്ളിപ്പറയാം. പക്ഷെ ഒരു ഭരണാധികാരിയായിരിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് പോലും ഡൊണാൾഡ് ട്രംപിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു രാജ്യവും ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവന മാത്രമേ നടത്താൻ പാടുള്ളൂ. പക്ഷേ അപ്പോൾ മറ്റൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ട്രംപിനെ നുണയനെന്ന് വിശേഷിപ്പിക്കാത്തത്? നയപരമായി ഒരിക്കലും സാധ്യമുള്ള ഒരു വിഷയമല്ലാതെ നമുക്കറിയാം, മറ്റു ലോകരാജ്യങ്ങളുമായിട്ട് എപ്പോഴും ഒരു ഭരണാധികാരിയായിരിക്കുമ്പോൾ ആ ഭരണാധികാരിക്ക് മറ്റുള്ള ലോകരാജ്യങ്ങളുടെ എല്ലാ തലവന്മാരോടും ബഹുമാനത്തോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് സ്വാഭാവികമായിട്ടും ഇതെല്ലാം പാർട്ടിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകുന്നു. അതുപോലെ ഭരണഘടന ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ, ഭരണഘടന ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രസ്താവനകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഭരണഘടനാ ലംഘനങ്ങൾ നടന്നതും അടിയന്തരാവസ്ഥ നടന്നതും കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. അദ്ദേഹത്തിന്റെ മുത്തശ്ശി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം അത് BJP ഇത് പാർട്ടിക്കെതിരെ തിരിച്ചടിക്കും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കി കൊണ്ടിരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇതുപോലുള്ള പ്രസ്താവനകൾ, ഓപ്പറേഷൻ സിന്ധൂർ, ബാലാക്കോട്ട് ഇതുപോലുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ തെളിവെവിടെ, എത്ര വിമാനം തള്ളിയിട്ടു, എന്തൊക്കെ, അതൊന്നും സൈനിക രഹസ്യങ്ങളാണ്. ഇങ്ങനെ പബ്ലിക്കിനോട് വിളിച്ചു പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതെല്ലാം നമുക്ക് നോക്കേണ്ടത് എല്ലാം രാഷ്ട്രീയത്തിൽ കാണരുത്. ശശി തരൂർ പറയുന്ന കാര്യങ്ങൾ വളരെ അദ്ദേഹം ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യം, രാഷ്ട്രമാണ് വലുത്. അവിടെ നമ്മൾ ഭരണാധികാരി ആരാണെങ്കിലും ആ ഭരണാധികാരിയെ നമ്മൾ അംഗീകരിച്ചവർ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാലും നമ്മുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോഡി പ്രധാനമന്ത്രി ആയാലും മോഡി, അതിൽ മറ്റൊരാളായാലും അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് വരുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിലെ എല്ലാ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു സ്ഥാനത്ത് വരുമ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രസ്താവനകൾ നടത്തുമ്പോഴും ആ പ്രസ്താവനകൾ ഇത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു തരത്തിലായിരിക്കും. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു എതിരായിട്ടുള്ള സംസാരിക്കുന്നതല്ല എങ്കിലും അത് ചിലപ്പോൾ BJPക്ക് ഇദ്ദേഹം സംസാരിക്കുന്നത് BJPക്ക് പ്രചരിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ്. BJPക്ക് അത് വളരെ എളുപ്പത്തിൽ രാഷ്ട്രത്തിനെതിരായി സംസാരിക്കുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ സാധിക്കും. അത് ജനങ്ങൾ കേൾക്കുമ്പോഴും അത് ശരിയാണല്ലോ, ഇദ്ദേഹം എന്തിനാണ് പാകിസ്ഥാൻ അനുകൂലമായി ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് സാധാരണപ്പെട്ട ജനങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഉയരും. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരിക്കലും പാർട്ടിക്ക് ഗുണകരമല്ല.
അദ്ദേഹം നാളെ അദ്ദേഹം പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയാലോ പ്രധാനമന്ത്രി ആയാലോ അന്ന് നമ്മൾ പറയും അദ്ദേഹമാണ് പ്രധാനമന്ത്രി എന്ന്. അപ്പോൾ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഏത് കസേരയിൽ ഇരിക്കുമ്പോഴും ഒരു രാഷ്ട്രതന്ത്രജ്ഞന് അദ്ദേഹത്തിൻ്റെ ഭാഷയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളോട് ഇടപഴകുമ്പോഴും മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികളെ ബഹുമാന പുരസ്കാരം തന്നെയാണ് ഏതൊരു രാഷ്ട്ര നേതാവിനും അഭിസംബോധന ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ അവരെ നുണയനെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കുവാനുള്ള ഒരു ഇതുമില്ല. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള കാര്യമേ വരുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു ഭരണാധികാരികളും അങ്ങനെ സാധാരണ ചെയ്യാറില്ല.